ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് തിരിച്ചടിയുണ്ടാകുമെന്ന് ബോധ്യപ്പെട്ടതിനാലാണ് നരേന്ദ്രമോദി വർഗീയ വിദ്വേഷം നടത്തുന്നതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് എ.കെ. ആന്റണി. പ്രധാനമന്ത്രിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് മുഖ്യമന്ത്രി സംസാരിക്കുന്നതെന്നും കേരളം എന്ന ചിന്ത മാത്രമേ മുഖ്യമന്ത്രിക്ക് ഉള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. 8 വർഷം നശിപ്പിച്ച LDF ഭരണത്തിനെതിരായ വികാരം കേരളത്തിലുണ്ടാകും. തൃശൂർ പൂരത്തിലുണ്ടായ മുറിവ് കേരളം മറക്കില്ലെന്നും എ.കെ. ആന്റണി ജയ്ഹിന്ദ് ന്യൂസിനോട് പറഞ്ഞു. ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ബി.ജെ.പിയും പ്രധാനമന്ത്രിയും ആശങ്കയിലാണ്. തിരിച്ചടിയുണ്ടാകുമെന്ന ഭയത്തിലാണിപ്പോൾ അറ്റകൈ പ്രയോഗമെന്ന നിലയിൽ പ്രധാനമന്ത്രി വർഗീയ ധ്രുവീകരണം നടത്തുന്നതെന്ന് എ.കെ. ആന്റണി പറഞ്ഞു. ഇലക്ഷൻ്റെ 1ാം റൗണ്ട് കഴിഞ്ഞു. 102 മണ്ഡലങ്ങൾ ഇലക്ഷൻ കഴിഞ്ഞു. 1ാം റൗണ്ടിൽ ബി.ജെ.പിയുടെ നില ഭദ്രമല്ല. കഴിഞ്ഞ ഇലക്ഷനേക്കാൾ ബി.ജെ.പിക്ക് ഒരുപാട് സീറ്റ് നഷ്ടപ്പെടാൻ പോവുകയാണ്. 1ാം റൗണ്ട് കഴിഞ്ഞതിന് ശേഷം ഈ ട്രെൻഡ് തുടർന്നാൽ ഭരണമാറ്റം ഉറപ്പ് എന്നും മറ്റാരേക്കാൾ എല്ലാ വിവരങ്ങളും അറിയാവുന്ന പ്രധാനമന്ത്രിക്കറിയാം. അതിൻ്റെ ഒരു പ്രതിഫലനമാണ്. എന്നാൽ അവസാനത്തെ അറ്റകൈ പ്രയോഗം, അറ്റകൈയാണല്ലോ വർഗീയ ധ്രുവീകരണം. അതാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രധാനമന്ത്രിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പിണറായി വിജയനും സംസാരിക്കുന്നു. കേരളം വിട്ടുള്ള പ്രചരണത്തിന് പോലും ശ്രമിക്കുന്നില്ല. സ്റ്റാലിന്റെ ധൈര്യം പോലും പിണറായിക്കില്ലെന്നും എ.കെ. ആന്റണി പറഞ്ഞു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് കേരളത്തിനപ്പുറത്തുള്ള ഇന്ത്യയെക്കുറിച്ച് ചിന്തയില്ല. അതേ ഒരു കേരളത്തിൻ്റെ അതിർത്തിയിൽ കിടന്ന് കളിക്കുകയാണ്. ഈ ഇലക്ഷൻ കേരള ഇലക്ഷൻ അല്ലാതെ അദ്ദേഹം മറന്നുപോകുന്നു. അദ്ദേഹത്തിന് കേരളത്തിനപ്പുറത്ത് കാര്യങ്ങൾ കാണാൻ കഴിയുന്നില്ല. കാരണം അദ്ദേഹത്തിന് കേരളത്തിനപ്പുറത്ത് ഇതുകൊണ്ട് അവസരമില്ല. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് കേരളത്തിനപ്പുറത്തേക്ക് പ്രവേശനമില്ല, നിഷേധിച്ചിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയെ നിരന്തരമായി അറ്റാക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രത്യേക അദ്ദേഹത്തിന് അറിയാം. സ്വാഭാവികമായി പ്രധാനമന്ത്രിക്ക് ഇഷ്ടപ്പെടും. പ്രധാനമന്ത്രിയെ ഇഷ്ടപ്പെടുന്ന ഭാഷയിൽ സംസാരിക്കാൻ മുഖ്യമന്ത്രി കൂടുതൽ താല്പര്യം കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉറ്റ ചങ്ങാതിയായ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ കാണിക്കുന്ന ധൈര്യം മുഖ്യമന്ത്രിക്കില്ല. കേരളത്തിൽ 20 സീറ്റും UDF നേടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തൃശൂർ പൂരം അലങ്കോലമാക്കിയ സർക്കാരിനെതിരായ വികാരം കേരളമൊട്ടാകെയുണ്ട്. കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷം മനസ്സിലാക്കുന്നതിൽ മുഖ്യമന്ത്രിക്ക് തെറ്റുപറ്റിയെന്നും എ.കെ. ആന്റണി പറഞ്ഞു. ഹിന്ദുക്കൾ മാത്രമല്ല, എല്ലാ മതവിഭാഗങ്ങളും ഒരുപോലെ പൂരക്കാരാണ്. പൂരത്തിൻ്റെ കാര്യത്തിൽ തൃശ്ശൂരുകാരെല്ലാവരും പൂരപ്രേമികളാണ്. അടുത്തുള്ള പാലക്കാട്, മറ്റു പ്രദേശങ്ങൾ, മറ്റു ജില്ലകളിൽ നിന്നെല്ലാം വരും. അത് കൈകാര്യം ചെയ്യുന്നതിൽ എന്താണ് തൃശ്ശൂർ പൂരത്തിൻ്റെ ചരിത്രം, അതിൻ്റെ ചടങ്ങുകൾ എന്താണ്, അതിൻ്റെ ആചാരക്രമങ്ങൾ എന്താണ്, ഇതറിയാത്ത ഒരു ഭരണകൂടം, ആ ഭരണകൂടത്തിൻ്റെ ആജ്ഞ കേൾക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, അവർ പൂരത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി തൃശ്ശൂർ പൂരത്തെ ഇത്രയേറെ അവഹേളിച്ച് നിന്ന് ജനങ്ങളെ വേദനിപ്പിച്ചു കഴിഞ്ഞിരിക്കും. കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷം മനസ്സിലാക്കുന്നതിൽ മുഖ്യമന്ത്രിക്കും ഗവൺമെൻറ്റിന് തെറ്റുപറ്റുന്നുണ്ട്. ജയ്ഹിന്ദ് ന്യൂസ്, തിരുവനന്തപുരം.